അമ്മയോടൊപ്പം ആരാധിക്കാം, കാരുണ്യനാഥനെ ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ എന്നെന്നും ആരാധന. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ എന്നെന്നും ആരാധന. രണ്ട് കൈകൾ ഉയർത്തി സ്തുതിക്കാൻ നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് ആരാധിക്കുക. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുക. ഈശോയേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് ഈശോയേ, കൈകൾ കൂപ്പിക്കൊണ്ട് ഒന്ന് ചേർന്ന് ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മിശിഹായാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മളെല്ലാവരും പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാളിന് ഒരുക്കമായി ഇന്ന് സെപ്റ്റംബർ 1 മുതൽ 7 വരെ നോയമ്പ് ആചരിച്ച് പ്രാർത്ഥിക്കുകയാണ്. സെപ്റ്റംബർ 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിലെ 3-ാം തീയതി വെള്ളിയാഴ്ച നമ്മൾ എല്ലാവരും തന്നെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം, കർത്താവിനെ ആരാധിക്കണം, അമ്മയെ വിളിച്ചപേക്ഷിക്കണം. അങ്ങനെ ആത്മീയമായി ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ ഒരുങ്ങി സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാൾ സമുചിതമായ വിധത്തിൽ നമുക്കെല്ലാവർക്കും ആഘോഷിക്കാൻ സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ 1-ാം തീയതി പരിശുദ്ധ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് അമ്മയെ ധ്യാനിക്കുമ്പോൾ ആദ്യമായി നമ്മൾ ഇന്ന് വചനത്തിലൂടെ ധ്യാനിക്കുന്നതും അമ്മയെക്കുറിച്ച് പ്രത്യേകമായ വിധത്തിൽ ഹൃദയത്തിലേക്ക് ചിന്തകൾ കൊണ്ടുവരുന്നതും അതിപ്രകാരമാണ്. പരിശുദ്ധ മാതാവ് തൻ്റെ ജീവിതത്തിൽ പാലിച്ച നിശബ്ദതയുടെ പ്രാധാന്യം, നിശബ്ദത എന്തുമാത്രം വലുതായിരുന്നുവെന്ന്. ജീവിതത്തിലുടനീളം നിശബ്ദത കാത്തു സൂക്ഷിച്ച വ്യക്തിയാണ് പരിശുദ്ധ മാതാവ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ കാര്യങ്ങളാണ് പരിശുദ്ധ മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? ഒത്തിരിയേറെ കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നു,
മത്തായിയുടെ സുവിശേഷം 1:19 ആ വചനം ഇങ്ങനെയാണ്: അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ തകർന്നു പോകാവുന്ന, നിരാശപ്പെടാവുന്ന ഒരു സന്ദർഭമാണിത്. എന്നിട്ടും പരിശുദ്ധ കന്യാമാതാവ് എങ്ങനെയാണ് ഈ സാഹചര്യത്തെ അഭിമുഖീകരിച്ചതും സ്വീകരിച്ചതും? മറിയം തൻ്റെ ഭാഗത്തെ ഒരു തരത്തിലും ന്യായീകരിച്ചില്ല. യോസേപ്പിനോട് പറഞ്ഞില്ല, ഞാൻ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വഴിയായിട്ടാണെന്നും ഇത് പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേകമായ നിശ്ചയമാണെന്നും തീരുമാനമാണെന്നും ഒന്നും തന്നെ പറഞ്ഞില്ല. ഇനി എന്നെ ഉപേക്ഷിക്കരുതെന്നും യോസേപ്പിനോട് മാതാവ് പറഞ്ഞില്ല. മറിയം ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? അവിടെയാണ് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. മാതാവ് നമുക്കൊക്കെ വലിയ മാതൃകയായി നിലകൊള്ളുകയാണ്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നിശബ്ദത പാലിക്കുക എന്നുള്ളത് മറിയം പറയാതെ പറഞ്ഞു തരുന്ന വലിയ യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഇന്ന് നമുക്കറിയാം, വീടുകളിൽ വലിയ ഒച്ചയാണ്, ബഹളമാണ്, ചെറിയ കാര്യങ്ങളെ പ്രതി എന്തെന്നില്ലാത്ത ബഹളമടിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. വചനം പറയുന്ന ഇങ്ങനെയല്ലേ: ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന്. പരിശുദ്ധ മറിയം ശാന്തമായി. യോസേപ്പ് തന്നെ ഉപേക്ഷിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ പരിശുദ്ധ മറിയം ശാന്തമായി അതിനെ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും ഏതെങ്കിലും തരത്തിൽ നമുക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോഴും എല്ലാ തരത്തിലും മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴും സ്വയം ന്യായീകരിക്കാതെയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെയും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പരിശുദ്ധ മാതാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 2:35 അതിങ്ങനെയല്ലേ: ശിമയോൻ എന്ന ദീർഘദർശി ഉണ്ണിയേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ഉണ്ണിയേശുവിൻ്റെ അമ്മ മറിയത്തോട് ഇങ്ങനെ പറഞ്ഞു: നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. ഉടനെ മാതാവ് ചോദിച്ചോ, അത് ഏത് തരത്തിലുള്ള വാളാ? ഇരുതല മൂർച്ചയുള്ള വാളാണോ? വലിയ നീളമുണ്ടോ? എന്താണ് ഉദ്ദേശിച്ചത്? ഒന്നും ചോദിച്ചില്ല. മറിയം ആ കാര്യവും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ മറിയത്തിന് അതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ സാധിച്ചതും ഒന്നും ചോദിക്കാതെ എല്ലാം തന്നെ ഉള്ളിൽ ഒതുക്കിയതും? കാരണം പ്രിയപ്പെട്ടവരെ, കുറേ നാൾ മുന്നേ പരിശുദ്ധ കന്യാമാതാവ് ദൈവദൂതന് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്. അതുകൊണ്ട് പിന്നെ ആരോടും ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം മറിയത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു തരത്തിലും ഒരു ചോദ്യവും മറിയം ആരോടും ചോദിച്ചുമില്ല. ഒരു ഉത്തരവും കിട്ടേണ്ട കാര്യവും മറിയത്തിനില്ലായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയം എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, 12-ാം വയസ്സിൽ യേശുവിനെ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെടുകയും 3 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയപ്പോൾ ഉത്കണ്ഠയോടുകൂടി പരിശുദ്ധ മറിയം ഇങ്ങനെ ചോദിച്ചു: നീ എന്തുകൊണ്ടാ നിങ്ങളുടെ മാതാപിതാക്കളോട് ഇങ്ങനെ ചെയ്തതെന്ന്? ഈശോ ഉത്തരം പറഞ്ഞില്ലേ: ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ എന്ന്. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:49 നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇതും മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ജീവിതത്തിലുടനീളം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയം എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിശബ്ദത പാലിച്ച വ്യക്തിയാണ്. ഒരു സമയത്ത് പോലും മറിയം ഉത്കണ്ഠയോടുകൂടി പൊട്ടിത്തെറിക്കുന്നില്ല. ആകപ്പാടെ പരിഭ്രമിച്ചും പരിഭ്രാന്തിയോടുകൂടി യേശുവിനോടോ
പിതാവായ ദൈവത്തോടോ യോസേപ്പ് പിതാവിനോടോ ഒരു തരത്തിലും പൊട്ടിത്തെറിക്കുന്നില്ല, ഒച്ചപ്പാടുണ്ടാക്കുന്നില്ല, ബഹളമടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പരിശുദ്ധ മറിയം പറഞ്ഞു തരുന്ന വലിയ യാഥാർത്ഥ്യം ഇതാണ്: നിശബ്ദത പാലിക്കുക. നമ്മുടെ ഉള്ളിനെ തൊടുന്ന ചില കാര്യങ്ങളിലും ചില സന്ദർഭങ്ങളിലുമൊക്കെ നമ്മൾ നിശബ്ദമായി കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് പരിശുദ്ധ മറിയം തൻ്റെ മകൻ യേശുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് തന്നെയാണ് നിർണായക നിമിഷങ്ങളിലൊക്കെ ഈശോ എന്തുകൊണ്ട് നിശബ്ദത പാലിച്ചു? എവിടെ നിന്നാണ് അങ്ങനെ നിശബ്ദത പാലിക്കാനായിട്ട് ഈശോയ്ക്ക് പ്രാക്ടീസ് കിട്ടിയത്, പരിശീലനം കിട്ടിയത്? തൻ്റെ അമ്മയിൽ നിന്ന് തന്നെയാണ്. ഒരിക്കലും ഒന്നിനെക്കുറിച്ചും ആവശ്യമില്ലാതെ ഒച്ചപ്പാടുണ്ടാക്കാതെ നിശബ്ദത പാലിക്കുന്ന ഒരു അമ്മയെയാണ് ജീവിതകാലം മുഴുവനും ഈശോ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് യേശു മിശിഹായും ചില ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക സമയങ്ങളിൽ നിശബ്ദത പാലിച്ചത്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പീലാത്തോസിൻ്റെയും ഹേറോദേസിൻ്റെയും മുൻപിൽ ഈശോ നിൽക്കുമ്പോൾ അവർ 100 കണക്കിന് ചോദ്യങ്ങൾ ചോദിച്ചു. നീ ആരാണ്? നിന്റെ ഉദ്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. ആ 23-ാം അധ്യായത്തിലെ 9-ാം വചനം പറയുന്നു, പക്ഷേ യേശു ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് പറയാൻ ഉത്തരമില്ലാഞ്ഞിട്ടല്ല, ഈശോയ്ക്ക് അവർക്ക് മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടുമല്ല. പക്ഷേ കർത്താവ് യേശു മിശിഹായ്ക്ക് മറ്റൊരു കാര്യം അറിയായിരുന്നു: നിശബ്ദത പാലിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന്. ഇത് കണ്ടുപഠിച്ചത് അമ്മയിൽ നിന്ന് തന്നെയാണ്. അമ്മയിൽ നിന്ന്, പരിശുദ്ധ കന്യാമാതാവിൽ നിന്ന് ഈശോ ഈ മാതൃക കണ്ടുപഠിച്ചു. ഒരിക്കലും ബഹളമടിക്കാൻ പാടില്ല, ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല, തർക്കിക്കാൻ പാടില്ല, നിശബ്ദത പാലിക്കണമെന്ന്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പലപ്പോഴും വചനത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് യേശു അവരുടെ ഇടയിൽ നിന്ന് മറഞ്ഞു, അവരുടെ കൂട്ടത്തിൽ നിന്ന് പിൻവാങ്ങി, ഈശോ മലമുകളിലേക്ക് കയറിപ്പോയി, അവനവിടെ തനിച്ചായിരുന്നു എന്നൊക്കെ വചനത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത്. നിശബ്ദതയിൽ കർത്താവ് യേശു മിശിഹാ എപ്പോഴും ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചു, ദൈവത്തെ കണ്ടു, അതനുസരിച്ച് ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സെപ്റ്റംബർ 1-ാം തീയതി പരിശുദ്ധ മാതാവിനെ പ്രത്യേകമായി ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർക്കണം, എൻ്റെയും നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ നിശബ്ദതയ്ക്ക് അനിതര സാധാരണമായ പ്രാധാന്യമുണ്ട് എന്ന്. ആരെങ്കിലുമൊക്കെ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുമ്പോഴും കുറ്റം പറയുമ്പോഴും എല്ലാ തരത്തിലും അപഹസിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും ഒക്കെ വലിയ വായിൽ കരയാതെ, അവരെയൊക്കെ അസഭ്യം പറയാതെ, അവരെ നമ്മളെ സ്വയം ന്യായീകരിക്കാതെ എല്ലാം പിതാവായ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് മാതാവ് നിശബ്ദത പാലിച്ചതുപോലെ നിശബ്ദമായിരിക്കാനുള്ള വലിയ ഒരു ആഹ്വാനമാണ് ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മ നമുക്കെല്ലാവർക്കും നൽകുന്നത്. ആ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യമായ ഈശോയെ നമുക്ക് ആരാധിക്കാം. ആ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യമായ ഈശോയെ നമ്മൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക, ജീവിതത്തിലുടനീളം അമ്മയുടെ മാതൃക നമുക്ക് കരുത്തായിരിക്കും, നമുക്ക് ശക്തി നൽകും. നമ്മളെ ഓരോരുത്തരെയും ഈശോയുടെ പക്കലേക്ക് ഈ പരിശുദ്ധ മാതാവ് ആനയിച്ചുകൊള്ളും. നമുക്കെല്ലാവർക്കും മക്കളെ 2 കൈകളും ഇങ്ങനെ തുറന്നു പിടിക്കാം. 2 കരങ്ങളും യാചനാരൂപത്തിൽ തുറന്നു പിടിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് ദിവ്യകാരുണ്യമായ ഈശോയെ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 എല്ലാവരും സ്വരം ഉയർത്തി സ്തുതിക്കണം. കർത്താവിന്റെ വലിയ അനുഗ്രഹം എല്ലാ മക്കളിലും വന്ന് നിറയട്ടെ. പരിശുദ്ധ മാതാവിനെ ചേർന്ന് നമുക്കും കർത്താവിനെ സ്തുതിക്കാം. ദിവ്യകാരുണ്യമായ ഈശോയെ സ്തുതിച്ചാരാധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും കർത്താവെ അങ്ങേ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയോട് ചേർന്ന്
ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നിന് പിറകെ ഒന്നായി ഏത് പ്രശ്നങ്ങൾ വന്നാലും അമ്മയോട് ചേർന്ന് ആരാധിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മക്കളെ, ഇരു കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ എന്ന് വിളിച്ചുണരട്ടെ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ഒന്നൊന്നായി വീശുമ്പോൾ അമ്മയോടൊത്തങ്ങി ആരാധിക്കാം. കൈകൾ കൂപ്പി എല്ലാവരും ചേർന്ന്. തീരാത്ത വ്യാധികൾ ഒന്നൊന്നായി വീശുമ്പോൾ അമ്മയോടൊത്തങ്ങി ആരാധിക്കാം. ഒരിക്കൽ കൂടി ഒരുമിച്ച് ആലപിക്കുക. തീരാത്ത വ്യാധികൾ ഒന്നൊന്നായി വീശുമ്പോൾ അമ്മയോടൊത്തങ്ങി ആരാധിക്കാം. രണ്ട് കൈകൾ ഉയർത്തി. ആരാധന, ഈശോയേ, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. വിളിച്ചാരാധിക്കട്ടെ. ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പുക. മക്കളെ, വചനത്തിൽ നമ്മൾ ഇപ്രകാരമല്ലേ വായിച്ച് ധ്യാനിച്ചത്? യോസേപ്പ് മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ തീരുമാനം മറിയം അറിഞ്ഞിട്ട് യോസേപ്പിൻ്റെ പക്കൽ ചെന്ന് തന്നെ പരിശുദ്ധ മറിയം ന്യായീകരിച്ചില്ല. ഒരു തരത്തിലും ഞാൻ തെറ്റുകാരിയല്ല, ഞാൻ നിരപരാധിയാണ്, എല്ലാ തരത്തിലും ഞാൻ വിശുദ്ധയാണ്, പരിശുദ്ധയാണ് ഒന്നും പറഞ്ഞില്ല. ഉപേക്ഷിക്കരുതെന്നും പറഞ്ഞില്ല. എൻ്റെ ദിവ്യകാരുണ്യമായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വലിയ പുണ്യം പകർന്നു തരണമേ. ആരെങ്കിലുമൊക്കെ ഞങ്ങളെ അകാരണമായി കുറ്റപ്പെടുത്തുമ്പോഴും ഞങ്ങളെ തെറ്റിദ്ധരിക്കുമ്പോഴും ഞങ്ങൾക്കെതിരെ പരാതി പറഞ്ഞു പരത്തുമ്പോഴും ഇല്ലായ്മകൾ എല്ലാവരുടെ മുന്നിലും ചെന്ന് പറയുമ്പോഴും ഞങ്ങളെ പരിഹസിക്കുമ്പോഴും ഞങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോഴും കർത്താവേ, പരിശുദ്ധ അമ്മയെപ്പോലെ ആ സമയങ്ങളിലൊക്കെ നിശബ്ദത പാലിക്കാനുള്ള വലിയ വരം ഞങ്ങൾക്ക് നൽകണമേ. ആരൊക്കെ എന്തൊക്കെ പരിഹാസ ശരങ്ങൾ എഴിയുമ്പോഴും കർത്താവേ, നിശബ്ദതയോടുകൂടി അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മക്കളെ, നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം. ഇരു കരങ്ങൾ ഉയർത്തി അമ്മയോട് ചേർന്ന് നമുക്കും കർത്താവിനെ ആരാധിക്കാം. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് വലിയ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള വലിയ ശക്തി ദിവ്യകാരുണ്യമായ ഈശോ നമുക്ക് നൽകും. തീരാത്ത വ്യാധികൾ ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് അലയടിച്ചു വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ ദിവ്യകാരുണ്യമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ശക്തി നൽകുന്നുണ്ട്. അമ്മ അതിനായി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ എന്ന് വിളിച്ചുണരട്ടെ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ അഭിഷേകം, കർത്താവിന്റെ ശക്തി നമ്മളിൽ വന്ന് നിറയും. വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. യേശുവേ, കൈകൾ കൂപ്പി അമ്മയോടൊത്തങ്ങി ആരാധിക്കാം. എല്ലാവരും ചേർന്ന്. തീരാത്ത വ്യാധികൾ ഒന്നൊന്നായി വീശുമ്പോൾ അമ്മയോടൊത്തങ്ങി ആരാധിക്കാം. രണ്ട് കൈകൾ ഉയർത്തി ആരാധിക്കുക. ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. വിളിച്ചാരാധിക്കാം. ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പുക. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വചനത്തിൽ ഇപ്രകാരമല്ലേ മക്കളെ നമ്മൾ ഓരോരുത്തരും വായിച്ച് ധ്യാനിച്ചത്?
അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പരിശുദ്ധ മാതാവ് എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒരു വാക്ക് പോലും ആരോടും ചോദിച്ചില്ല, ഒന്നും തന്നെ സംശയം പ്രകടിപ്പിച്ചില്ല. എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഇതുതന്നെയാണല്ലോ അമ്മ യേശുവിനെ പഠിപ്പിച്ചതും. പീലാത്തോസിന്റെ മുൻപിൽ ഈശോ മൗനം പാലിച്ചു. ഹെരോദസിന്റെ മുൻപിൽ ഈശോ മൗനം പാലിച്ചു. ജീവിതത്തിലെ വേദനിപ്പിച്ച അവസരങ്ങളിലൊക്കെ വേദനിപ്പിച്ചവരുടെ മുൻപിൽ ഒന്നും പറയാതെ കർത്താവ് യേശു മിശിഹ നിശബ്ദത പാലിച്ചത് അമ്മയിൽ നിന്ന് പഠിച്ചതാണല്ലോ, അമ്മ കാണിച്ചു കൊടുത്തതാണല്ലോ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വേദനകൾ ഉണ്ടാകുമ്പോൾ നിശബ്ദത പാലിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വലിയ തകർച്ചകൾ വരുമ്പോൾ, വലിയ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും ഞങ്ങളെ എല്ലാ തരത്തിലും വേദനിപ്പിക്കുമ്പോഴും കരയിപ്പിക്കുമ്പോഴും ഒക്കെ നിശബ്ദത പാലിച്ച് കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തിൽ ആയിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിനായിട്ട് എൻ്റെ മക്കളെ, നമുക്ക് രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവിൻ്റെ വലിയ ശക്തി കൊണ്ട് നിറയാനായിട്ട് കർത്താവിനെ നമുക്ക് വിളിച്ചാരാധിക്കാം. തീരാത്ത വ്യാധികൾ ഒന്നിന് പിറകെ ഒന്നായി വരുമ്പോഴും അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട്, ദിവ്യ കാരുണ്യത്തിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞുകൊണ്ട് കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കും. ഞങ്ങൾ ചഞ്ചല ചിത്തരായി തീരാതെ, മനസ്സിടിഞ്ഞു പോകാതെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായി തീരാൻ മക്കളെ നമുക്ക് ഉറക്കെ യേശുവേ എന്ന് വിളിക്കാം. ഇരു കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. വിളിച്ചുണരട്ടെ യേശുവേ. കൈകൾ കൂപ്പിക്കൊണ്ട് തീരാത്ത വ്യാധികൾ ഒന്നൊന്നായി വീശുമ്പോൾ അമ്മയോടൊത്തങ്ങി ആരാധിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ആരാധന, ഈശോയേ ഒന്ന് ചേർന്ന് ആരാധിച്ച് മുട്ടുകൾ കുത്തിക്കൊണ്ട് ആരാധിച്ച് ഈശോയേ മക്കളെ, നമുക്ക് രണ്ട് കരങ്ങളെ യാചനാരൂപത്തിൽ തുറന്നു പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹീതമായി തീരും. നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ ശക്തി കൊണ്ട് നിറയും. പരിശുദ്ധ അമ്മയെ പോലെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും നിശബ്ദത പാലിക്കാനുള്ള വലിയ ശക്തിയും കൃപയും വരവും കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യും. രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആരാധന കർത്താവേ, കൃപകൾ നൽകണമേ, അഭിഷേകം നൽകണമേ കർത്താവേ. സഹനത്തിന്റെ വേളകളിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളിൽ കർത്താവേ, നിശബ്ദതയോടെ കർത്താവേ നിന്നെ ആരാധിക്കാനുള്ള വലിയ കൃപ നൽകണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, വലിയൊരു അഭിഷേകം ഈ നിമിഷം ഞങ്ങൾ കടന്നിലേക്ക് വേണമേ കർത്താവേ. കുടുംബത്തിലേക്ക് കർത്താവേ നിന്റെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി നിമിഷം അഭിഷേകം ഒഴുകട്ടെ കർത്താവേ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്നെ സ്തുതിച്ച് ആരാധിക്കുന്നു. യേശുവേ, ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ.